അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പീരീഡിലെ ഗദ്യം പ്രോസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമുക്കിപ്പോൾ സംസാരിക്കാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് ഇസ്ലാമിക് പീരീഡിലെ കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഷിഅറുൽ അറബി ഫിൽ അസ്റിൽ ഇസ്ലാമി. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുലഫാഉർ റാഷിദൂൻ സ്വഹാബത്തൊക്കെ ജീവിച്ച കാലമാണ് അസ്റുൽ ഇസ്ലാമി. ആ കാലത്ത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയുടെ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുമ്പം കവിതാപരമായിട്ടുള്ള ചില കവിത മാത്രം ലക്ഷ്യം വെച്ചുള്ള ചില ലക്ഷ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ചില നല്ല ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പം ഒരുപാട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുമായിട്ട് എതിരാവുന്ന ഒരുപാട് വിഷയങ്ങൾ കവിതയിൽ വരാറുണ്ടായിരുന്നു. വെറും ഈ എന്താ പറയുക, വിനോദങ്ങളുടെ ഒരു വിശേഷണങ്ങൾ, വർണ്ണനകൾ, മോശമായ കള്ള് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അഭികാമ്യമല്ലാത്ത ചില അഹങ്കാരം നടിക്കലുകൾ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാറിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ വിഷയങ്ങൾ മാറി. അപ്പം ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പ്രബോധനവും ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഒക്കെ ആയിട്ടത് മാറി. അതുപോലെ കവിതകൾ സ്വന്തം ഈ ബിംബാരാധന, ബഹുദൈവാരാധന അല്ലെങ്കിൽ ഇതിൻ്റെ ഗോത്രപ്പെരുമ, അതിൻ്റെ മഹിമ പറഞ്ഞുകൊണ്ടുള്ള അഹങ്കാരം നടിക്കലുകൾ, പ്രതികാര ചുവയുള്ള സംസാരങ്ങൾ, കാവ്യശകലങ്ങൾ, അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു അതിൻ്റെ വിഷയങ്ങൾ മാറ്റി നിർത്തിയിട്ടുള്ളൊരു രീതിയായിട്ട് ഇതിൻ്റെ ശൈലിയും വിഷയങ്ങളും മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വാക്കുകളും ലഫ്ലുകളുമായിട്ട് ഇതിൻ്റെ പ്രയോഗങ്ങളുടെ ഒരു വലിയൊരു സ്വാധീനം ഈ കവിതയുടെ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തൻ്റെ മഹബൂബത്തിനെ വസ്ഫ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള ഒരു പരിധി വിട്ട് കടക്കുന്നൊരു സ്വഭാവം നമുക്കിതിൽ കാണാൻ കഴിയില്ല. അതൊക്കെ ഖുർആൻ അനുവദിക്കാത്ത രീതിയിലേക്കൊന്നും പോകാത്ത രീതിയിൽ. പ്രധാനമായിട്ട് ഈ കാലത്തുള്ള കവികൾ എന്ന് പറയുമ്പോൾ മുഖല്ലറമുകളായ കവികളാണ്. എന്ന് വെച്ചാൽ ജാഹിലിയ കാലത്തും ഇസ്ലാമിൻ്റെ പ്രീ ഇസ്ലാമിക് പീരീഡിലും ജീവിച്ച കവികളാണ് മുഖല്ലറമികളായ കവികൾ എന്ന് പറയാം. ഷുഅറാഉൽ മുഖല്ലറമിയൂൻ, ഹസ്സാൻ ബിൻ സാബിത്തിനെ പോലെയുള്ള, കഅബ് ബിൻ സുഹൈർ, അബ്ദുല്ലാഹ് ബിൻ റവാഹ, കഅബ് ബിൻ മാലിക്കിനെ പോലെയുള്ള കവികളാണ് ഇവരിൽ പ്രധാനപ്പെട്ട കവികൾ. ഇവരുടെ അൽഫാദുൽ ജസല, തറാക്കീബുൽ മത്തീന, ലുഗത്തുൽ ബദവിയ്യ, ഇതാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് പറയാറുള്ളത്. പിന്നെ ഇസ്ലാമിൻ്റെ ചിലരൊക്കെ പറയാറുണ്ട് നുക്കാതായ ചില ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട് ഇസ്ലാമിൻ്റെ തുടക്കകാലം മുതൽ കവിതകൾ നശിച്ചുപോയി എന്ന് പറയാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് പറയാറുള്ളത്. ഒന്ന്, മുസ്ലിങ്ങൾ അധികവും ഷെയറിനെ തൊട്ട് വിട്ടു നിന്നു എന്നുള്ളതാണ്. അവർ പ്രധാനമായിട്ട് ഈ യുദ്ധങ്ങളും പിന്നെ ഈ കീഴടക്കലുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലായിട്ട് വ്യാപൃതരായി എന്നത് കാരണത്താൽ കവിതകളുമായിട്ട് വല്ലാതെ ഇടപഴകുന്ന രീതിയിൽ നിന്ന് അവർ വിട്ടുനിന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഖുർആനിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ കാരണം വളരെ മോശമായ വിഷയങ്ങൾ മാത്രം കവിതകളിൽ വരാൻ തുടങ്ങിയ സമയത്ത് ഖുർആനിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വശുഅറാഉ യത്തബിഉഹുമുൽ ഗാവൂൻ, കവികളെ ഫോളോ ചെയ്യുന്നവർ പിഴച്ചവരാണ്. വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യൻബഗി ലഹു, നമ്മളവരെ കവിത പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഖുർആൻ്റെ പ്രഖ്യാപനങ്ങളും അതിനൊരു കാരണമായിട്ടുണ്ടാകണം. പിന്നീടത് അമവി കാലഘട്ടത്തിൻ്റെ തുടക്കം മുതലൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കവിതയുടെ ഒരു മുന്നേറ്റം വീണ്ടും ഒരു പുനരുദ്ധാരണം ചെയ്യപ്പെടുന്നത്, പിന്നെ വീണ്ടും സാധ്യമാകുന്നത് ഒരു അമവി കാലഘട്ട തുടക്കത്തിലാണ്. അതിനൊക്കെ ഈ കാരണങ്ങളൊക്കെ ആയിരുന്നു. വളരെ മോശമായ രീതിയിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടത് കൊണ്ടതായിരുന്നു. ഇനി ഹസ്സാൻ ബിൻ സാബിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വഹാബിയാണ്, അറബി കവിയാണ്, അൻസാരിങ്ങളിൽപ്പെട്ട ആളാണ്. ഒരുപാട് ഖസ്സാനിലെ രാജാക്കന്മാരുടെ അടുത്തേക്ക് പോവുകയും അവരുടെ കവിയായിട്ട് തുടരുകയും ചെയ്തു ആദ്യകാലങ്ങളിലൊക്കെ. പിന്നീട് മുസ്ലിമായി റസൂലുള്ളാഹിൻ്റെ കവിയായ ഷാഇറുൻ നബി അലി ഇബ്ൻ അബി ത്വാലിബിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. അദ്ദേഹം ജനിക്കുന്നത് മദീനയിലാണ്. മദീനയിൽ ഏകദേശം നബിയുടെ ജനനത്തിൻ്റെ 8 വർഷം മുമ്പാണ് ജനിക്കുന്നത്. പിന്നീട് വെറും വിനോദങ്ങൾ മാത്രമായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ബാപ്പ സാബിത്ത് ബിൻ മുൻദിർ വലിയ നേതാവായിരുന്നു, ഒരു പ്രമാണിയായ ഒരാളായിരുന്നു. അദ്ദേഹം മുഖല്ലർമിയാണ്. ഈ ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന കവി മുഖല്ലർമിയായ കവിയാണ്. ഈ ഖുറൈശികളുടെ മുഹമ്മദ് നബിക്ക് പ്രവാചകന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് വേണ്ടിയുള്ള
കാര്യങ്ങൾ അവർ പ്രവാചകരുടെ മഹിമ പറയാനും അവരെ എതിർക്കുന്നവരെ എതിർക്കാനും വിമർശകർക്ക് മറുപടി കൊടുക്കാനൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉപയോഗിച്ചു. അദ്ദേഹം ഒരു വട്ടം അൻസാരികളോട് പറഞ്ഞു, മാ യംനഉൽ ഖൗമല്ലദീന നസറു റസൂലല്ലാഹി ബിസ്സലാഹിഹിം അയ്യൻസുറൂഹു ബി അൽസനത്തിഹിം. റസൂലുള്ളാഹിനെ ആയുധങ്ങൾ കൊണ്ട് സഹായിച്ചവർക്കെന്താ ഈ വാക്കുകൾ കൊണ്ട് സഹായിച്ചാൽ എന്താ എന്ന് ഒരു ദിവസം അൻസാരികൾ ചോദിച്ചപ്പം ഹസ്സാൻ ബിൻ സാബിത്ത് പറഞ്ഞു, അനലഹ, നാവ് കൊണ്ട് സഹായിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനതിനുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ നാവ് പിടിച്ചുകൊണ്ട് പറയുന്നൊരു മറുപടി. ആ സമയത്ത് നിബിധങ്ങൾ പറഞ്ഞു കൊടുത്തത്, വല്ലാഹി മാ യസുറുനി ബിഹി മിഖ്വലുൻ ബൈന ബസ്റ വസൻആ, ഇത്രയും എന്നെ സന്തോഷിപ്പിച്ചു എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അല്ലാഹുമ്മ അയ്യിദുഹു ബി റൂഹിൽ ഖുദ്സ് എന്ന് അദ്ദേഹത്തെ ആശംസ കൊടുക്കുകയും ദുആ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഹസ്സാൻ ബിൻ സാബിത്തിന് എന്ന് നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം ആയതിന് ശേഷം ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ കവിതകൾ ഒരുപാട് ഇല്ലാതെയായി, അല്ലെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കുറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനുള്ളൊരു കാരണം ഇസ്ലാമിലുള്ള കവിതകൾക്ക് പലപ്പോഴും ഒരു നോർമൽ രൂപത്തിലേക്ക് ഒരു ലോലതയിലേക്ക് വരുന്നൊരു കവിതകളായിരിക്കും. അതിൻ്റെ ജസാലത്തിലേക്ക് ആവശ്യമാണുള്ള കവിതകൾ എന്ന് പറയുമ്പം എപ്പോഴും ഒരു ലീനും ഒവ്വത്ത് ഒഴിവാക്കി ഒരു ലോലതയിലേക്ക് മാറുന്നൊരു രീതി അവിടെ ഉണ്ടാകും. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു അർത്ഥ ഗാംഭീര്യമോ അല്ലെങ്കിൽ അർത്ഥഗർഭമായ പ്രയോഗങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. എന്നാലും ഫഖ്ർ, ഹമാസ് പോലുള്ള ആവേശം കൊണ്ട് പറയുന്ന വാക്കുകൾ പോലെയുള്ള അത്രയൊന്നും വരില്ലെങ്കിലും നബിക്ക് വേണ്ടിയുള്ള വാക്കുകൾക്കൊക്കെ അദ്ദേഹം നന്നായിട്ട് കവിതകൾ പറഞ്ഞിരുന്നു. മുഹമ്മദ് മുസ്തഫ സലാം പറയുന്നുണ്ട്, ഹസ്സാൻ്റെ കവിതകളിലേക്ക്, ശൈലികളിലേക്ക് സിബോത്തുൽ ഇസ്ലാമിയ, ഒരു ഇസ്ലാമിക് ചുവ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഒരുപാട് പഴയ പോലെ ഒന്നല്ല, ഒരുപാട് കുറഞ്ഞു പോയി എന്നുള്ള ആശയത്തിൽ, എന്നാലും നല്ല റിഖത്ത്, ലീന്, ശൈലി മാറിയെന്നേ ഉള്ളൂ, കുറവ് എന്നുള്ള അർത്ഥത്തിലല്ല. ഒരുപാട് റിഖത്ത്, ലീന്, ലുത്തുഫ്, സുഹൂലത്ത്, ഒരു എളുപ്പം, ഒരു എളിമ, ഒരു ലാളിത്യം, അതൊക്കെ ചേർന്നു. ഒരു ശൈലി മാറ്റം സംഭവിച്ചു ഇസ്ലാമിൻ്റെ ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ കവിതയെപ്പറ്റി. അബൂ ഉബൈദ പറയുന്നുണ്ട്, ഫളുൽ ഹസ്സാൻ 3 കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം മറ്റുള്ള കവിതകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്, കവികളിൽ നിന്ന്. ഒന്ന്, അദ്ദേഹം ജാഹിലിയ കാലത്ത് ഷായറുൽ അൻസാർ ആയിരുന്നു. നബുവത്തിൻ്റെ കാലത്ത് ഷായറുൽ നബി ആയിരുന്നു. ഇസ്ലാമിൽ വന്നതിന് ശേഷം ഷായറുൽ യമാനിയീൻ എന്ന 3 രൂപത്തിൽ 3 വിശേഷണങ്ങളുടെ ഉടമയാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ അധിക കഥകൾ ഹിജായിലാണ്, അല്ലെങ്കിൽ പിന്നെ ഇഫ്തിഖാർ, അൻസാരികളുടെ ഒരു മഹിമ, അതുകൊണ്ടുള്ള അഭിമാനം, നേട്ടം പറയുന്നതിലൊക്കെയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ്, ഔസാസിൻ്റെ രാജാക്കന്മാരെ പറ്റി, പ്രത്യേകിച്ച് നുഅ്മാൻ ഇബ്നു മുൻദിറിനെ പോലെയുള്ള രാജാക്കന്മാരെ പറ്റിയുള്ളൊക്കെ കവിതകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹസ്സാൻ ബിൻ സാബിത്ത് വഫാത്താകുന്നത് മുആവിയത്ത് ബിൻ അബി സുഫ്യാൻ്റെ കാലത്താണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരും ഉണ്ട്. അലി ബിൻ അബി ത്വാലിബിൻ്റെ കാലത്ത് പറയുന്ന ചരിത്രകാരൻ. കഅബ് ബിൻ സുഹൈറിനെ പറ്റി ഞാൻ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹവും ഷായറുൻ മുഖദ്റമിയ്യുൻ, ജാഹിലിയത്തിലും ഇസ്ലാമിലും ജീവിച്ച ആളാണ്. പ്രധാനപ്പെട്ട ബാനത്ത് സുആദ് എന്നുള്ള ആ ഖസീദത്തുൽ ബുർദ, അതിൻ്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. റസൂലുള്ളാഹിനെ ആദ്യമൊക്കെ ആക്ഷേപിച്ച് പറഞ്ഞിട്ട് ആ സമയത്ത് റസൂലുള്ളാഹി ഇദ്ദേഹത്തിൻ്റെ വധത്തിന് കൽപ്പന പുറപ്പെടുവിച്ച ആളാണ്. അദ്ദേഹം എങ്ങനെ മുസ്ലിങ്ങളിൽ നിന്ന് പേടിച്ചോടുന്ന സമയത്താണ്, ഒരു നിലക്ക് എവിടെ ഓടാൻ കഴിയാതിരുന്ന സമയത്ത് ഇടുക്കമായി എല്ലാവരും ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ഇദ്ദേഹം ആകെ ഉപരോധിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് നബിയുടെ അടുത്തേക്ക് ഞാൻ മുസ്ലിമായി വരികയാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അഭയം ആഗ്രഹിച്ചുകൊണ്ട് തേടിക്കൊണ്ട് വരികയും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഏറ്റവും പ്രശസ്തമായ ബാനത്ത് സുആദ് ഫഖൽബിൽ യൗമ മബ്തൂലു എന്ന് പറയുന്ന കവിത പാടിയപ്പോൾ നബിതങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും തൻ്റെ സ്വന്തം ബുർദ, ഇതിൻ്റെ പുതപ്പെടുത്ത് അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുക്കുകയും ഇദ്ദേഹത്തിന് അഭിനന്ദിച്ചുകൊണ്ട് പ്രശംസ അംഗീകാരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാപ്പ അബൂ സുഹൈർ ബിൻ അബി സലമ, കഅബ് ബിൻ സുഹൈറിൻ്റെ ബാപ്പ സുഹൈർ ബിൻ അബി സലമ വലിയ കവിയായിരുന്നു. കുടുംബമൊക്കെ കവികളാണ്, മക്കൾ കവികളാണ്, പേരമക്കളൊക്കെ കവികളാണ്. അങ്ങനെ ഒരു കവിതാ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു. ഇബ്നു ഖുത്തൈബത്ത് ദൈനൂരി പറയുന്നുണ്ട്, കാന കഅബ് ഫഹലൻ മജീദൻ, നല്ലൊരു മനുഷ്യനാണ്, ഒരാണാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ. കഅബ് ജനിക്കണത് വലിയൊരു പാരമ്പര്യമുള്ള കവിതാ സാഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിലാണെന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ കവിതയിൽ നല്ലൊരു ഖുവ്വത്തും എളിമയും എന്നാൽ നല്ല പവറും
സിമ്പിൾ ബട്ട് പവർഫുൾ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഖസീദ ബാനത്ത് സുആദ്, ഖസീദത്തുൽ ബുർദ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി നേടിക്കൊടുത്തു. ഇസ്ലാമിൽ ആയതിൻ്റെ ശേഷം തൻ്റെ ശൈലിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ലഫ്ലുകളിൽ ഒരു എളിമയും ലാളിത്യവും കൊണ്ടുവരാൻ പറ്റി. ജാഹിലിയത്തിലായ സമയത്തുള്ള ഷിദ്ദത്ത്, ഒരു സ്ട്രോങ് അതൊക്കെ കുറച്ച് കുറഞ്ഞു വന്നു. പിന്നെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ കഅബിൻ്റെ കവിതകളിൽ ഒരുപാട് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഇപ്പം അദ്ദേഹത്തിന് പിന്നെ എന്നാലും തന്നെയും ജാഹിലിയത്തിൻ്റെ ചില ബന്ധനങ്ങളിൽ നിന്ന്, ചില ശൈലികളിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. ചില ചിത്രീകരണങ്ങൾ, ഒരു വർണ്ണനകൾ, അതും കണ്ട പോലെ അനുഭവിക്കുന്ന ഒരു രൂപങ്ങളിങ്ങനെ വർണ്ണിക്കുന്ന ശൈലികളൊന്നും അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ജാഹിലിയത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, മാറ്റാൻ കഴിയാത്തൊരു ശൈലിയായിട്ട് അത് അങ്ങനെ നിലനിന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വന്നതിന് ശേഷം ആദ്യം മുസ്ലിമാണത് തൻ്റെ സഹോദരൻ ബുജൈറാണ്. കഅബിന് സുഹൈർ അപ്പോഴും മുസ്ലിമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ബുജൈറിനെ അദ്ദേഹം ഒരുപാട് ഇസ്ലാമിലേക്ക് പോയതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപിച്ചു. നബിയെ ആക്ഷേപിച്ചു, മുസ്ലിങ്ങളെ ഒന്നാകെ ആക്ഷേപിച്ചു. പക്ഷേ പിന്നീടാണ് അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു. ബാനത്ത് സുആദ് എന്നുള്ള കവിത പാടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. കഅബിന് സുഹൈറിനെ തൻ്റെ സ്വന്തം പുതപ്പൂരി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭംഗിയിൽ ഒരുപാട് അഭിനന്ദിച്ചു. ഈ പുതപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബുർദ, ഈ ഒരു വസ്ത്രം ആവിയ ഒരുപാട് ചോദിച്ചു. കഅബിന് സുഹൈറിന് എത്ര വലിയ തുക കൊടുത്തിട്ടും തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹം എന്തായില്ല, കൊടുക്കാൻ തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം വാങ്ങണത് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നാണ്. 20,000 ദിർഹം കൊടുത്ത് മകനിൽ നിന്ന് വാങ്ങി. പിന്നീട് അത് അമവി ഭരണാധികാരികൾ എല്ലാ ആഘോഷ ദിവസങ്ങളിലൊക്കെ ധരിച്ചു. അബ്ബാസി ഭരണാധികാരികൾ ധരിച്ചു. അവസാനം മുഗളന്മാർ വന്ന സമയത്ത് ബഗ്ദാദ് കീഴടക്കി അത് മോഷ്ടിച്ചു കൊണ്ടുപോയി. അത് കത്തിക്കുകയും ചെയ്തു. പറയപ്പെടുന്നത് അത് കത്തിയിട്ടില്ല, കത്തിക്കാൻ ശ്രമിച്ചു, പക്ഷെ കത്തിയിട്ടില്ല. അത് ഇസ്താംബൂളിലെ തുർക്കിയിൽ ഇപ്പോഴും അത് ലഭ്യമാണ് എന്ന് പറയപ്പെടാറുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സൈസുകളിലേക്ക് വരുമ്പോൾ ഷായറുൽ മുഖല്ലറം എന്ന് പറഞ്ഞാൽ ആരാണ്? ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇസ്ലാമിൻ്റെ കവിതകൾ ഇസ്ലാമിക കാലഘട്ടത്തെ മാറ്റി നിർത്തുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് ഈ ആവശ്യമില്ലാത്ത ഒരുപാട് ശരിയായ അഗറാദ്, ലക്ഷ്യങ്ങൾ മാത്രം എന്നതിലപ്പുറം നല്ല ഇതിൻ്റെ പ്രബോധനവും അല്ലെങ്കിൽ നന്മകൾ, ആ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം. പിന്നെ ഈ മാറിയോ അതിൻ്റെ ഇസ്ലാമിക അധ്യാപനങ്ങളുമായി കോൺട്രാഡിക്ടറി ആയി നിൽക്കുന്ന ആ ലക്ഷ്യങ്ങൾക്ക് ഒരു മാറ്റം, അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തന്നെയാണ്. കാരണം ഈ കവിതകളൊക്കെ എപ്പോഴും ഖുർആനും ഹദീസുമായുള്ള സ്വാധീനം കാരണവും ആളുകളങ്ങനെ മാറിയപ്പോഴും ആളുകൾ ഇത്ര എന്താ പറയുക, ആവശ്യമില്ലാത്ത കവിതയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി കവിത എഴുതാൻ നല്ല രൂപത്തിലേക്ക് അവരുടെ ലക്ഷ്യങ്ങളും രീതികളൊക്കെ മാറിയല്ലോ. പിന്നെയുള്ള മാറ്റങ്ങൾ ഏകദേശം ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് പറയണത്. ഖുർആൻ്റെ സ്വാധീനം, അതുപോലെ അസ്റുൽ ഇസ്ലാമിയിൽ ഷെയർ എന്തുകൊണ്ട് ഷെയർ ഒരുപാട് ഒഴിവാക്കപ്പെട്ടു, അല്ലെങ്കിൽ എത്രയും പ്രചരണം ഒഴിഞ്ഞുപോയി, എന്തിനൊക്കെ നിങ്ങൾ അംഗീകരിക്കേണ്ടോ ഉണ്ട്. കാരണം അവരെപ്പോഴും മറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതരായിരുന്നു. എന്തിനാണ് അതിൻ്റെ കാരണം പിന്നെ ഖുർആനിക ആയത്തുകൾ മറ്റേ ഷാറോമായംബകയിലഹു എന്നുള്ളതും പിന്നെ യത്തബിഉഹുമുൽ ഗാവൂൻ എന്നുള്ള ആയത്തൊക്കെ ഇതിന് ശക്തിപ്പെടുത്തുന്ന ആയത്തുകളാണ്. പിന്നെ ഷെയർ പാടാൻ പാടില്ല എന്നാണോ നബി ശരി? അല്ല, ഷെയറിനെ അഭിനന്ദിച്ച നബി തങ്ങളുടെ ശരികളും നമുക്ക് കാണാൻ പറ്റും. ആ ലക്ഷ്യങ്ങളും അതൊക്കെ മാറുന്നതിനനുസരിച്ചുള്ള ഷെയറിൻ്റെ രീതികളും അതിൻ്റെ ഒരു കാര്യങ്ങളും മാറ്റം സംഭവിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഷായറുൽ മുഖല്ലറം എന്താണെന്നൊക്കെയുള്ള ഒരു വിശദീകരണങ്ങളുണ്ട്. ഷായറുൽ മുഖല്ലറം എന്ന് പറഞ്ഞാൽ 2 കാലത്ത് ജാഹിലിയത്തിനും ഇസ്ലാമിനും ജയിച്ചവരാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് ഷായർ റസൂലായിട്ടുണ്ട്. ഹസ്സാൻ ബിൻ സാബിത്ത് മുസ്ലിമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ശൈലികളിലൊക്കെ ഇസ്ലാമിക ഒരു മാറ്റം സംഭവിച്ചു. കഅബിന് സുഹൈർ ആദ്യം റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ആളായിരുന്നു. കഅബിന് സുഹൈറിൻ്റെ അടുത്ത് വന്നു, ഖസീദ ബാനത്ത് സുആദ് പാടി മാപ്പ് കിട്ടി. കഅബിന് സുഹൈർ ഷായർ മുഖല്ലറമിയായിരുന്നു. ബാനത്ത് സുആദ് എന്നുള്ള ഖസീദയിലൂടെ അദ്ദേഹം പ്രശസ്തനായി. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ ബുർദ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.